നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീഷാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പ്രധാന കൃതികളും അവയുടെ എഴുത്തുകാരും ഭാഷയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ കൃതികളുടെ കർത്താക്കൾ ആരാണ് എന്നുള്ളതൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഘോര, ഗീതാഞ്ജലി പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ്. ഘോരയും ഗീതാഞ്ജലിയും. ആരെഴുതിയത് നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളാണ് ഘോരയും ഗീതാഞ്ജലിയും. ഘോര, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളാണ്. ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം അത് എഴുതിയത്. ഇനി സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഇവ എഴുതിയത് പ്രേംചന്ദാണ്. ഹിന്ദി ഭാഷയിലാണ് ഈ കൃതികൾ പ്രേംചന്ദ് എഴുതിയിട്ടുള്ളത്. ദെൻ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നിവ എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. തമിഴിലാണ്. ദെൻ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവീദ് എന്നീ കൃതികൾ എഴുതിയത് അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. അൽത്താഫ് ഹുസൈൻ ഹാലി. ഉറുദു ഭാഷയിലാണ് അദ്ദേഹം ഈ കൃതികൾ എഴുതിയിട്ടുള്ളത്. ദെൻ നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്പുൾക്കറാണ് നിബന്ധമാല എഴുതിയിട്ടുള്ളത്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ്. മറാത്തി ഭാഷയിലാണ് നിബന്ധമാല എഴുതിയിട്ടുള്ളത്. ഇത് കൂടാതെ ഇനി വള്ളത്തോൾ നാരായണമേനോൻ്റെ ഒന്ന് രണ്ട് കൃതികൾ കൂടി നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി എൻ്റെ ഗുരുനാഥനാണ് വള്ളത്തോളിൻ്റെ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് അറിയണത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്